Good morning, Mr. Babu. എങ്ങനെ മനസ്സിലായി? ബാബു കുഴമൽ വീട്ടിൽ മ്യൂച്വൽ ഫ്രണ്ട്സ് ഇല്ല. സ്വയം തൊഴിൽ. സൗത്ത് LP സ്കൂളിൽ പഠനം. സ്വന്തം സ്ഥലം രാമന്തളി. താമസിക്കുന്നത് മഹാദേവ ഗ്രാമം. ജനനം 12th March 1978. 235 സുഹൃത്തുക്കൾ. കമ്മ്യൂണിസ്റ്റ് അയ്യപ്പ ഭക്തൻ. സിനിമയിലും സ്പോർട്സിലും താല്പര്യം. മോഹൻലാലിനെയും രജനികാന്തിനെയും ശ്വേതാ മേനോനെയും ഇഷ്ടം. 12th October 2016. അതിരപ്പള്ളി 14th October 2017. ഊട്ടി ഒടുവിലത്തെ സ്റ്റാറ്റസ് ഫീലിംഗ് സാഡ്. എങ്ങനെ? നാളെ മുതൽ പത്രം വേണ്ട. പത്രം വേണ്ടെന്ന് നീയാ തീരുമാനിക്കേണ്ടത്. എന്റെ അച്ഛനാണോ പറഞ്ഞു പത്രം വേണ്ടാണ്ടത്. പത്രം വായിക്കുന്നതിന്റെ സുഖം അത് വായിക്കുന്നവനെ അറിയൂ. വായിക്കുന്നത് അറിവിനാണ്, സുഖത്തിനല്ല. എനിക്ക് കക്കൂസിരുന്ന് വായിക്കണം. നീ വന്ന് നെഞ്ചുമുളന്ന് നിൽക്കോ അറിവായിട്ട്? നിൽക്കാം. നാണം ഉണ്ടോ എനക്ക്? ഉണ്ടാവില്ല. പേപ്പർ കൊണ്ട് ചന്തി തുടയ്ക്കുന്ന നാട്ടിൽ നല്ല വരവ്. നാണം ഉണ്ടാവൂല. നാണം ഭാസ്കർ, എനിക്ക് ഒരുപാട് പത്രം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പോയി. May I help you? നിനക്ക് ഈ ബാബുവിനെ എങ്ങനെ അറിയും? Facebook. എല്ലാരെ കുറിച്ചും അറിയാൻ പറ്റുമോ? Facebook അക്കൗണ്ട് ഉള്ള എല്ലാവരെയും. ഈ പ്രസന്ന ആളെങ്ങനാ? ഇമെയിൽ ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ട്വിറ്റർ ഇല്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, വാട്സ്ആപ്പ് ഇല്ല, സ്കൈപ്പ് ഇല്ല, ഗൂഗിളിൽ ഇല്ല. പ്രസന്നൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. പ്രസന്നൻ എന്നയാൾ ജീവിച്ചിരിക്കുന്നു എന്ന് സംശയമാണ്. പുഴു. പുഴു. All clear. Vitamin A 38%. ആ, നീ എപ്പോ വന്നു? ഇപ്പൊ മനസ്സിലായ ദൂരമുള്ള അടുത്ത് കാണുന്ന ടെക്നോളജി. ആ, കിടക്കുമ്പോ ഒളിഞ്ഞു നോക്കുന്ന ടെക്നിക്ക് ഈ നാട്ടിൽ പണ്ടേ ഉണ്ട്. കടക്ക് ഓർത്ത്. എങ്ങനുണ്ട്? അമ്പിന് വില്ലിന് നടക്കാത്ത ആളാൻ. അച്ഛനെന്നെ തിന്നായിരുന്ന ഭാഗ്യം. നൈസ്. May I help you? ഞാൻ അടുത്തോളാം. എന്നെ ഉണ്ടാക്കിയത് താങ്കളെ നോക്കാൻ വേണ്ടിയാണ്. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. നിന്നെ ഉണ്ടാക്കിയത് എന്നെ പറ്റിക്കാനല്ലേ? ഈ സ്നേഹം എന്ന് പറയുന്ന ഡ്യൂട്ടി അല്ല, അതൊരു വികാരമാണ്. സുബ്രഹ്മണ്യനോട് പറഞ്ഞു സ്നേഹം അറിവാണെന്ന്. ആ, വികാരമുള്ള അറിവാന്ന് സ്നേഹം. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അത് ഉള്ളീന്ന് വരണം.
എവിടെ പോകുന്നു? നിനക്കൊരു പെണ്ണ് കാണാ. കറണ്ട് ബില്ല് അടച്ചിട്ട് വരാം. ബിൽ ഇവിടെ നിന്ന് അടയ്ക്കാം. ഇലക്ട്രിസിറ്റി ഓഫീസ് ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ട് പോണം. You can pay it online. ഞാൻ കാണുമ്പോ തൊട്ട് ഇയാൾ ഇതേ മുണ്ടും കുപ്പായാന്ന്. എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ അവൻ. രണ്ടെണ്ണം പുതിയ വാങ്ങിക്കൊടുത്തൂടെ? പൈസ അത് പണിയെടുത്ത് ആർക്കും ഉണ്ടാക്കാം. പക്ഷെ പണിക്ക് പോണം അല്ലേ മധുവേട്ടാ? ഫസ്റ്റേട്ടാ എന്താ ആന്റി പോയ അണ്ണനെ പോലെ ഇരിക്കുന്നത്? ആന്റി അല്ല, ആന്റി. അണ്ണനല്ല, അണ്ണാൻ. അതങ്ങനെ പറയണത്. ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ വിട്ട് നാട്ടിൽ പോണ്ടി വരും. അച്ഛനെ റോബോട്ട് ഒരു തരത്തിലുള്ള എക്സൈറ്റ് ചെയ്യുന്നില്ല. എക്സൈറ്റിംഗ് ആയ ഒന്നും അത് ചെയ്യുന്നില്ലല്ലോ. മതിയോ, നമുക്ക് പോകാം. ഹലോ, എത്ര നേരമായി വിളിക്കുന്നു ഇപ്പ? ഞാൻ കൂടെ വിളിച്ചാൽ മതിയോ? കുറച്ച് തിരക്കില്ല. തിരിച്ചു വിളിച്ച് പറയാനുള്ള വിശേഷങ്ങളൊന്നും ഇല്ലേ ഉപ്പ? എന്റെ മാമനൊന്ന് വീണു, അത് പറയാൻ വിളിച്ചത്. ഇനി തിരിച്ചു വിളിച്ചാലും ഇത് തന്നെ പറയാം. ഹലോ ഹലോ, അച്ഛനെവിടെ? Electricity office. ഇഡിയറ്റ്, അച്ഛനെന്തോ ആക്സിഡന്റ് പറ്റുന്നുണ്ട്, പോയി അന്വേഷിക്കേ. Copy that. ആരാ? അമ്മേ. ആ ഓലിന്റെ ബാക്കിൽ ആരുണ്ട്? അതെന്തെങ്കിലും പട്ടിയോ പൂച്ചോട്ടോ പേടിപ്പിച്ചിട്ടല്ലോ. Hello, Miss Sita. നീ എന്താ ഇവിടെ? മിസ്റ്റർ ഭാസ്കറിനെ കാണാനില്ല. അന്വേഷിച്ച് ഇറങ്ങിയതാണ്. ഇവിടെയാ? ബാറ്ററി ലോ, അതുകൊണ്ട് നിന്നതാണ്. ബാറ്ററി ലോ, ബാറ്ററി ലോ, ബാറ്ററി ലോ. അമ്മ നമുക്ക് എന്നോട് അച്ചാലാ. വീട്ടുവാടകം കൊടുത്ത് നിന്നെ പോറ്റാ ഞാൻ പെടുന്ന പാട് അന്നേരാന്ന്. കൊണ്ട് കൊടുക്ക്. നിക്കമ്മേ, ഞാൻ ഈ മെയിലൊന്ന് ചെക്ക് ചെയ്യട്ടെ. വൈഫൈ ഉണ്ടോ? Of course. ഇതിനെ കാണാതെ അയാൾ തേടി വന്നതെന്ന് അമ്മ കട്ടോണ്ട് വന്നതെന്ന് പറയും. ഒരു നെറ്റ് കണക്ഷൻ പോലും എടുക്കൂല. ഞാൻ ദയവായിട്ട് അറിഞ്ഞു തന്ന റോബോട്ടിനെ ഇവിടെ വെക്കാന്ന് വെച്ചാൽ അത് സമ്മതിക്കൂല. ജോലി കിട്ടിയത് തന്നെ. നെറ്റ് കുന്തൊക്കെ സ്വന്തം പണിയെടുത്ത് ഉണ്ടാക്കിയാൽ മതി. പറഞ്ഞു വിട്. പല്ല് മേടിക്കുന്ന Battery charged sufficiently. Thank you. Mr. Bhaskaran. അവസാനം കാണാൻ കൊണ്ട് വെച്ചതാണോ? കാശുകളാക്കി വീട്ടിൽ വെച്ചത് പണിയെടുക്കാനല്ലേ? എവിടെ ഉറങ്ങി? ആ വന്നു വാ. എവിടെയായിരുന്നു? കറങ്ങാൻ പോയതാ? കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് ചെയ്യേണ്ട എൻ്റെ മാഷെ. വെറുതെ തിന്നു കൊടുത്ത് തടിച്ചല്ലോ നീ. ആ കുടിയൻ ബാബു കണ്ടത് നന്നായി, അല്ലെങ്കിൽ എന്താവും? അല്ലെങ്കിലും മാമ, റഷ്യയിലുള്ള മക്കളേക്കാൾ നല്ലതാണ് പയ്യനുള്ള റോബോട്ട്. സുബ്രഹ്മണ്യം വിളിച്ചാൽ അവന് ഫോൺ എടുക്കാൻ പോലും സമയമില്ല. ഭാഗ്യമല്ലേ ഞാനൊന്നും എഞ്ചിനീയർ ആവാത്തത്. അല്ലെങ്കിൽ എൻ്റെ അച്ഛനൊക്കെ ഓടെ വീണ് വെള്ളം കിട്ടാണ്ട് ചത്തേനെ. അപ്പോൾ മാമ ഹോട്ടൽ പൂട്ടിയിട്ടില്ല, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. A call from Subramanian. അച്ഛാ, എന്താ പറ്റിയച്ചാ? ആ ഒന്ന് വീണു. എന്തിനാ അച്ഛാ ടൗണിലൊക്കെ പോകുന്നത്? എന്താവശ്യം അവൾക്ക് പറഞ്ഞാ പോരെ? ഞാൻ പറഞ്ഞതല്ലേ. നീ എന്നാ ഇനി ഇങ്ങോട്ട്? ഞാൻ ഉടനെ അച്ഛാ.
Signal lost. ഈ ചോദ്യം ചോദിച്ചാൽ ലോകത്തുള്ള സകല മക്കളുടെയും സിഗ്നൽ പോകും.